ഹായ് ഗൈസ്, എമ്പുരാൻ ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ. സിനിമ കണ്ട് ഇതാ ഇപ്പം ഇങ്ങോട്ട് വീട്ടിലെത്തിയുള്ളൂ. അപ്പോൾ തന്നെ ക്യാമറ ഓണാക്കി റിവ്യൂ അല്ല ആക്ച്വലി ഈ വീഡിയോയിൽ ഞാൻ എന്നെ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ട എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു സിനിമയ്ക്ക് പോകാൻ റെഡിയാവുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു 9 മണീൻ്റെ ഷോ ഒക്കെയാണ് മുന്നേ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 6 മണീൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആദ്യമായിട്ടാണ് ഞാൻ പോയി കാണുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മളെ 20-ാം തീയതി 22-ാം തീയതി എങ്ങാനാണ് എമ്പുരാൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആക്കുന്നത് 9 മണിക്ക്. ആ സമയത്ത് തന്നെ ഞാൻ ബുക്ക് മൈ ഷോയിൽ ഇത് ബുക്കിംഗ് ഓപ്പൺ ആക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ എത്തുന്ന സമയത്തേക്ക് ഇത് വീണ്ടും റീഫ്രഷ് ആയിട്ട് നമുക്ക് അറിയാലോ, ബുക്ക് മൈ ഷോ ക്രാക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബാക്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് അവസാനം ക്രാക്കായിട്ട് നമുക്ക് സീറ്റ് കിട്ടിയത് ഏറ്റവും ഫ്രണ്ടിലെ റോയിൽ തൊട്ട് ബാക്കിലത്തെ റോയിലാണ്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുമ്പോൾ തല നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം തന്നെ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവ്, എനിക്കിത് പുതിയ അറിവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ നമ്മുടെ സിനിമ ക്യാമറയിലല്ലാതെ ഐഫോണിലും അതുപോലെ തന്നെ ഗോപ്രോയിലും ഷൂട്ട് ചെയ്ത ഷോട്ടുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഓരോ ഷോട്ടുകളും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ്, ട്രോളി മൂവ്മെൻ്റ് എങ്കിലും ഇതിനകത്ത്, ട്രാക്ക് ആൻഡ് മൂവ്മെൻറ്റ് ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും. അത് ഏത് ഷോട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു സ്റ്റിൽ പരിപാടി, അതായത് ഒരു ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് സ്റ്റില്ലായിട്ട് വെച്ചിട്ടുള്ള ക്യാമറ ഷോട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എല്ലാ ഷോട്ടുകളും നിങ്ങൾക്ക് മൂവ്മെൻറ്റുകളുടെ മാത്രമേ ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പൊതുവെ അറിയാലോ, ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കിട്ടിയിട്ടുള്ള സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ലൂസിഫർ അല്ല, എമ്പുരാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അനമോർഫിക് ലെൻസ് വെച്ചിട്ടാണ്. അനമോർഫിക് ലെൻസിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡറായിട്ട് നമുക്ക് സ്ക്രീൻ പ്രസൻസ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐമാക്സ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാളം സിനിമയാണ് എമ്പുരാൻ. സോ ഇത്രയും പ്രത്യേകതയുണ്ട് ഈ എമ്പുരാൻ എന്ന സിനിമയ്ക്ക്. അപ്പം സിനിമയിലേക്ക് വരുന്ന സമയത്ത് എമ്പുരാൻ ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ. അമേസിങ് ഷോട്ടുകൾ, അമേസിങ് മേക്കിംഗ്. അതായത് നമ്മളെ ഓൾറെഡി ഇപ്പോൾ ബ്രോഡാഡി ആണെങ്കിലും ലൂസിഫറിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഷോട്ടുകൾ കൊണ്ടും അതുപോലെ തന്നെ മേക്കിംഗ് കൊണ്ടും വിസ്മയം തീർത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത്. ആ ഒരു മികവ് നമുക്ക് എമ്പുരാനിലും കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കാസ്റ്റിംഗ്, ഇൻക്ലൂഡിങ് സുരാജ് വെഞ്ഞാറമൂട്, ടൊവിനോ തോമസ്, അതുപോലെ തന്നെ നമ്മുടെ സലാറിൽ പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച ഒരു ചെക്കനുണ്ടായിരുന്നു, ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവനുണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി അവനെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അവനെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അവൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ടൊവിനോ നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മഞ്ജു വാര്യർ, സാനി അയ്യപ്പൻ, പിന്നെ മണിക്കുട്ടൻ, അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൂസിഫർ സിനിമയിൽ ആ ഫൈറ്റിൻ്റെ അകത്ത് വരുന്ന ഈ വാട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫൈറ്റിൻ്റെ അകത്ത് വരുന്ന മുരുകൻ മാർട്ടിൻ ചേട്ടന് നല്ല കിടിലൻ ഒരു സീൻസ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. അതും റിയലി ഗുഡ്. പിന്നെ ദീപക് ദേവിൻ്റെ മ്യൂസിക്, ഇറ്റ് വാസ് ഓസം. അതുപോലെ തന്നെ സിൽവയുടെ സ്റ്റണ്ടും അടിപൊളിയായിട്ടിരുന്നു. എക്സ്പെഷ്യലി ഒരു കാട്ടുന്ന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര ഒരു കുറച്ചും കൂടെ അധികം പ്രതീക്ഷിച്ചത് കൊണ്ട് ക്ലൈമാക്സ് ഫൈറ്റിൽ കുറച്ചൊരു എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പോലെ തോന്നി. ബാക്കി റിയലി ഗുഡ്. പിന്നെ ട്രെയിലറിലൊക്കെ നമുക്ക് അറിയുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ ലൂസിഫറിൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ ലാലേട്ടൻ ഇതിനകത്ത് 2 ക്യാരക്ടറായിട്ടാണ് വരുന്നത്. 2 ക്യാരക്ടർ മീൻസ് ഒരാൾ തന്നെ 2 പേരിലായിട്ടാണ് വരുന്നത്. അതായത് ഒന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഖുറേഷി എബ്രഹാം ആയിട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഖുറേഷി എബ്രഹാമിലോട്ട് വരുന്ന നമുക്ക് ലൂസിഫറിൽ ലാസ്റ്റ് കാണാൻ പറ്റുന്ന ലാലേട്ടനില്ല, അതായത് കോട്ടും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുള്ള പരിപാടി, അതും ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ട്. നമ്മുടെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ മുണ്ടെടുത്ത ലാലേട്ടനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് പേഴ്സണലി സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടർ വരുന്ന സമയത്താണ് കറക്റ്റ് പറയുകയാണെങ്കിൽ രോമാഞ്ചിഫിക്കേഷൻ ഉയർന്നു വന്നത്
സ്റ്റീഫൻ നെടുമ്പള്ളി വന്ന സമയത്താണ്. ഖുറേഷി എബ്രഹാം ഓക്കെയാണ്, പക്ഷേ നമുക്കൊരു ഇംഗ്ലീഷ് മൂഡ് സിനിമ കാണുന്ന ഫീലാണ് അപ്പോൾ കിട്ടുന്നത്. നമുക്ക് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ മുണ്ട് മടക്കി കുത്തി അടിക്കുന്ന ആ ഒരു പവർഫുൾ മാനെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അതുകൊണ്ട് ആ ഒരു സീൻ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് കൂടിയത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ലാലേട്ട, ഈ പ്രായത്തിൽ നിങ്ങളാ കാല് പൊക്കിയിട്ടുള്ള എന്താ പറയുക ഫൈറ്റും അതുപോലെ തന്നെ കിടന്നുരുണ്ടിട്ടുള്ള ഫൈറ്റും ഒക്കെ കിടലനായിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഓസം, അടിപൊളിയായിട്ടുണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. എനിക്ക് പേഴ്സണലി ഇനി എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് വരികയാണ്, റേറ്റിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മീൻസ് റേറ്റിംഗ് അല്ല, എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലൂസിഫറിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ എമ്പുരാൻ കുറച്ച് ലൂസിഫറിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ലൂസിഫറിൽ കുറച്ചും കൂടെ പഞ്ച് ഡയലോഗുകളും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു മാസ് പരിപാടി കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എമ്പുരാനിലോട്ട് വരുന്ന സമയത്ത് ഉണ്ട്, മാസുണ്ട്, അതുപോലെ തന്നെ പഞ്ച് ഡയലോഗുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടെ ആവാമായിരുന്നു എന്നെനിക്കൊരു ഫീൽ തോന്നിയായിരുന്നു. ഓവറോൾ ഇറ്റ്സ് അടിപൊളി മൂവിയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിനകത്ത് ഈ പറഞ്ഞ കടലാസ് വാരി എറിയുന്ന പരിപാടിയും അതുപോലെ തന്നെ ലാലേട്ടനെ കാണിക്കുന്ന ഓരോ സീനിലും ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടല്ലോ ഈ ഇങ്ങനെ രോമാഞ്ചിഫിക്കേഷൻ വന്നിട്ട് കടലാസ് വാരി എറിയും, മറ്റേ ഈ സാധനം ഇങ്ങനെ തിരിച്ചു പൊട്ടിക്കുന്ന സാധനം, അതൊക്കെ വേണ്ടി എൻ്റെ ഫുൾ മെയിൽ ഫുൾ കളർഫുള്ളായിരുന്നു. അതായത് ഗിൽറ്റ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് എനിക്ക് ഫീൽ ഉണ്ടായത്. ആക്ച്വലി ഞങ്ങൾ സിനിമ കാണാൻ പോയ സമയത്ത് 5 മണിക്ക് ഏകദേശം ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 5 മണിയാകുമ്പോഴത്തേക്കും ആരും ഉണ്ടാവില്ല, എല്ലാവരും ഉറക്കത്തിലായിരിക്കും. ഓൾമോസ്റ്റ് 6 മണീൻ്റെ ഷോയ്ക്ക് 5:45 ആകുമ്പോഴത്തേക്കും എത്തുണ്ടാവുള്ളൂ എന്നൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ 5 മണിക്ക് ഞങ്ങൾ എത്തിയ സമയത്ത് ഞങ്ങളൊഴികെ ബാക്കി എല്ലാവരും അവിടെ നിൽക്കുമായിരുന്നു. എല്ലാവരും ഈ പറഞ്ഞ പോലെ ചെണ്ടമേളവും പരിപാടിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പുലർച്ച 5 മണി 5:45 6 മണിക്കൊക്കെ ഈ പുലർച്ചയും ചെണ്ടമേളവും പരിപാടിയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലാലേട്ടനോടുള്ള ആരാധന എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ആ ഒരു ഹിന്ദിക്കാരൻ ക്യാരക്ടറില്ലേ പുള്ളിക്കാരൻ നൈസായിരുന്നു, പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറി നൈസായിരുന്നു. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ഡയലോഗ് ഡെലിവറി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിൻ്റെയാണ്. എന്താ പറയുക, പുള്ളി ഇങ്ങനെ പറയുമ്പോൾ ഒരു ഗാംഭീര്യമുണ്ട്, ഒരു എടുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ട്രെയിലറിൽ തന്നെ നിങ്ങൾ സയ്യിദ് മസൂദ് പറയുന്ന സമയത്ത് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിൻ്റെയാണ്. എന്തായാലും കിടുക്കി, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കിടിലൻ എക്സ്പീരിയൻസ് ആണ്, കിടിലൻ വൈബാണ്. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.